ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഫസ്റ്റ് 2 ലാബിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയും. പക്ഷേ ഒരുപാടൊന്നുമില്ല, ഒരേ കാര്യം തന്നെ. അത് എത്രത്തോളം നിങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നോ അത്രത്തോളം ലാബ് എളുപ്പമാവും. ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക, വേറെ ഒന്നുമില്ല. ഓക്കെ, ശരി, നോക്കി നോക്കാം. 2 ആക്ടിവിറ്റികൾ സത്യം പറഞ്ഞാൽ അതിൽ 3.1ഉം 3.3യും മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സിലബസിൽ. 3.2 ഇല്ല. ഓക്കെ, 3.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഗ്രാഫ് വരയ്ക്കുക, ജസ്റ്റ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുത്ത് ഗ്രാഫ് വരയ്ക്കുക, ഡൊമൈൻ റേഞ്ചും കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ 3.1. അതിൽ തന്നെ ഇതിലൊരു 19 എണ്ണത്തോളം ഉണ്ട്. അതെല്ലാം ഒന്നുമില്ല, ഞാനൊന്ന് വേണമെങ്കിൽ നിങ്ങളുടെ സിലബസിലുള്ള നമ്പറുകൾ വായിക്കാം. 1, 3, 7, 8, 11, 12, 13, 14, 16, 17 അല്ല, ഓക്കെ 17 തന്നെ. അത്രയേ ഉള്ളൂ നിങ്ങളുടെ സിലബസിലുള്ളത്. അത് മാത്രം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റത്തെ 1, 3 x² + 2 ഒന്ന് വരച്ച് നോക്കാം. ശരിക്കും ഇത് നമ്മളോട് ആദ്യം പറയുന്നത് ഈ ഗ്രാഫ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ, പിന്നെ ഡൊമൈൻ റേഞ്ച് എഴുതാൻ, എന്നിട്ട് ജിയോജിബ്ര യൂസ് ചെയ്തിട്ട് വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ x² + 2ൻ്റെത് നമുക്ക് ഡൊമൈൻ റേഞ്ച് എന്നറിയാം. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ഇൻപുട്ട് വാല്യൂസ്, ഇൻപുട്ടായിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അതൊക്കെ ഡൊമൈനിൽ വരും. റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടായിട്ട് എന്തൊക്കെ വരും അത് റേഞ്ചിൽ എഴുതും. അപ്പോൾ x² + 2ൽ ഏതെങ്കിലും കൊടുക്കാൻ പറ്റാത്തതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഏത് വാല്യൂ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 0, നെഗറ്റീവോ, പോസിറ്റീവോ, റാഷണലോ, ഇറാഷണലോ, ഫ്രാക്ഷനോ, ഡെസിമലോ ഏത് വേണമെങ്കിലും കൊടുക്കാം. പോളിനോമിയൽ ആണോ അവിടെ നിന്ന് അങ്ങനെയും പറയാം. പോളിനോമിയൽ ആണെങ്കിൽ പിന്നെ വേറൊരു ഡയലോഗും ഇല്ല, ഡൊമൈൻ എന്തായിരിക്കും റിയൽ നമ്പേഴ്സ് മൊത്തം വരും. റേഞ്ച് ചോദിച്ചാൽ അന്ന് സ്റ്റക്ക് ആവുക. ഔട്ട്പുട്ട് വാല്യൂസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ x² + 2 എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവാം. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ആലോചിക്കണമെന്നില്ല. ഗ്രാഫ് വരച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാനിപ്പോൾ കുറച്ചെണ്ണം കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലാവും. x² + 2 വരച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ചിലപ്പോൾ നിങ്ങൾ വിൻഡോസിൽ ജിയോജിബ്ര ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻപുട്ട് ബാർ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ താഴത്തേക്ക് ആക്കാൻ വലിയ പണിയൊന്നുമില്ല. അതിൽ പോയിട്ട് വ്യൂവിൽ പോയിട്ട് ഓക്കെ ഇൻപുട്ട് ബാർ ഒന്ന് എനേബിൾ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴത്തേക്കാവും, അത്രയേ ഉള്ളൂ. അതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരി. നമ്മുടെ ആവശ്യം x² + 2ൻ്റെ ഡൊമൈൻ റേഞ്ചും എങ്ങനെയാണ് ഗ്രാഫ് വെച്ചിട്ട് ഡൊമൈൻ റേഞ്ചും കാണാമെന്നുള്ളത്. അപ്പോൾ x² + 2 ഞാൻ ടൈപ്പ് ചെയ്യുന്നു. x² അവിടെ നിന്നും എന്താ പറയുക, ബ്രാക്കറ്റ് യൂസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. എൻ്റർ കൊടുക്കാം. അപ്പോൾ ഗ്രാഫ് വന്നു. x²ൻ്റെ 2 യൂണിറ്റ് മേലേക്ക് ഷിഫ്റ്റ്. നമ്മൾ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൽ പറഞ്ഞു 2 + 2 എന്ന് പറയുമ്പോൾ മുകളിലേക്ക് 2 യൂണിറ്റ്, +2 -2 പറഞ്ഞാൽ താഴത്തേക്ക് 2 യൂണിറ്റ്, ബ്രാക്കറ്റിനകത്ത് +2 എന്നാണെങ്കിൽ ലെഫ്റ്റിലേക്ക് 2 യൂണിറ്റ്. ഓക്കെ, ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ x² + 2ൻ്റെ ഡൊമൈൻ റേഞ്ച് ഇതാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഐഡിയ ഓർത്ത് വയ്ക്കുക. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x-ആക്സിസിൽ എത്രത്തോളം ഗ്രാഫ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് നോക്കാം. ഓക്കെ, ഈ ഗ്രാഫ് ഞാനിപ്പോൾ ഒന്ന് സൂം ഔട്ട് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, അങ്ങനെ കാണിച്ചു തരുന്നത് ഇതാണ് നമ്മുടെ താഴത്തെയാണ്, ഇതാണ് x-ആക്സിസ്. എവിടെയെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടോ? x-ആക്സിസ് വെച്ചിട്ട് നിങ്ങൾ x-ആക്സിൻ്റെ ഈ താഴെ നിന്ന് നോക്കുകയെന്ന് കരുതാം. നിങ്ങൾ ഇവിടെയാണ് നിൽക്കണമെന്ന് കരുതാം. എവിടെയെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടോ ഗ്രാഫിന്? ഇല്ലല്ലോ, ഒരു ബ്രേക്കും ഇല്ല. ഓക്കെ, x-ആക്സിൽ മൊത്തം ഈ തലയ്ക്കൊന്ന് ഈ തലയ്ക്ക് വരെ ഗ്രാഫ് ഉണ്ടായിരിക്കും. കണ്ടാൽ തോന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഈ ലൈന്, ഈ കർവ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. അതുപോലെ റൈറ്റ് സൈഡിലേക്കും ഒരു ബ്രേക്കും ഇല്ലാതെ റൈറ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. അതായത് x-ആക്സിസ് മൊത്തം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ x-ആക്സിസ് ആണ് ഡൊമൈൻ കിട്ടാമെന്ന് നമുക്ക് നോക്കേണ്ടത്. സോ x-ആക്സിസ് മൊത്തം കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണെന്ന് പറയാം. റേഞ്ച് കിട്ടാൻ നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ എന്തായിരിക്കും? റേഞ്ച് കിട്ടാൻ നിങ്ങൾ നോക്കേണ്ടത് y-ആക്സിസ് ആയിരിക്കും. y-ആക്സിസിൽ എത്രത്തോളം ഗ്രാഫ് ഉണ്ടോ അതാണ് റേഞ്ച്. y-ആക്സിസ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. y-ആക്സിസിൽ ഏത് മുതൽ ഏത് വരെയാണ്? 2 മുതൽ അങ്ങോട്ട് മേലേക്കുള്ളത്. അപ്പോൾ റേഞ്ച് എന്തായിരിക്കും? അത് എന്താ പറയുക, നമ്മൾ എഴുതാൻ പഠിക്കുക. റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുതൽ മേലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 2 to ∞. ഇതാണ് റേഞ്ച് വരിക. ഇതുപോലെ നമുക്ക് കുറച്ചൊന്നും ചെയ്ത് നോക്കാം. മറക്കണ്ട, ഡൊമൈൻ x-ആക്സിസ്, റേഞ്ചിന് y-ആക്സിസ്. അടുത്തത് മൂന്നാമത്തെ 3 - മോഡുലസ് ഓഫ് x. ജസ്റ്റ് ഞാൻ f(x) ഫസ്റ്റത്തെ ഗ്രാഫ് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 3 - ABS ബ്രാക്കറ്റ് x എൻ്റർ. ഗ്രാഫ് വന്നിട്ടുണ്ട്. അതെ, ഇങ്ങനെയാണ് ഗ്രാഫ്. ഓക്കെ, പറയണം എന്തായിരിക്കും 3 - നമുക്ക് ഇതിലൂടെ പറയാൻ ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങളെ മൈൻഡിൽ പറഞ്ഞാൽ മതി.
ഡൊമൈൻ എന്തായിരിക്കും, റേഞ്ച് എന്തായിരിക്കും, ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഇൻപുട്ടായി കൊടുക്കാൻ പറ്റാത്തുണ്ടോ? ഒരു കുഴപ്പമില്ല, മോഡുലസ് ഫംഗ്ഷൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം. വെറും മോഡുലസ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ 3 - അതിനും പ്രശ്നമില്ല. ഇനി ഞാൻ പറഞ്ഞ ഐഡിയ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സ് മൊത്തം ഈ ഗ്രാഫ് ഉണ്ടായിരിക്കും. നിങ്ങൾ സൂം ഔട്ട് ചെയ്ത് നോക്കിക്കോ. സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ആക്സ് മൊത്തം ഒരു ബ്രേക്കും ഇല്ലാതെ ഈ ഗ്രാഫ് നീണ്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോയിട്ടുണ്ടാവും. അപ്പോൾ ഡൊമൈൻ റിയൽ നമ്പേഴ്സ് തന്നെ ഇവിടെ. റേഞ്ച് നോക്കി നോക്കണം. വൈ ആക്സിൻ്റെ മേലേക്കല്ല, താഴത്തേക്കാണ്. അതാണ് ഏതാ മാക്സിമം വാല്യൂ വരുന്നത്. ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 3 മുതൽ താഴ്ത്തിക്കാം. ഓക്കെ, 3 മുതൽ താഴ്ത്തിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എപ്പോൾ ചെറുതെന്ന് വലുതിക്കല്ലേ പറയേണ്ടത്. -∞ മുതൽ ഈശ്വര അതെന്തേ പോയിട്ട്. ഓക്കെ, -∞ മുതൽ മേലേക്ക് 3 വരെ. അതെങ്ങനെയാണ് നമ്മൾ ഇൻ്റർവെൽ ഫോമിൽ എഴുതുക? അവിടെ റേഞ്ച് -∞ മുതൽ 3 വരെ ഇൻക്ലൂഡിങ് 3 ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഇതാണ് ഇതിൻ്റെ റേഞ്ച്. അടുത്ത നോക്കാം. അടുത്ത നിങ്ങളുടെ സിലബസിലുള്ളത് 7th 1 ആണ്. 7th 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mod x - 2 + 3. ഓക്കെ, ഞാൻ വരയ്ക്കാം. എന്നിട്ട് mod x - 2 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABS-നകത്ത് x - 2 ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് കഴ്സർ കൊണ്ടുപോവുക +3 mod x - 2 + 3 എൻ്റർ. നിങ്ങൾ ലാസ്റ്റ് ഫംഗ്ഷൻ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. അതുതന്നെയാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് ഒന്ന് കൺഫേം ചെയ്യണേ. ഓക്കെ, ഇതാണ് ഗ്രാഫ്. ഇവിടെ കുട്ടികൾ തെറ്റിക്കും. mod x - 2 + 3 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതേ സൂം ഔട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ആ മൗസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ തന്നെ സൂം ഔട്ട് ആവട്ടോ, അല്ലെങ്കിൽ ഇതിൽ പോയാലും മതി. അപ്പോൾ എന്തായാലും കണ്ടാൽ തന്നെ നമുക്കറിയാം. എടാ, എക്സ് ആക്സിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ത്രൂ ഔട്ട് ഉണ്ടാവില്ലേ ഈ ഗ്രാഫ്? മുഴുവൻ എക്സ് ആക്സിലും സ്പ്രെഡ് ആവുന്നുണ്ടാവില്ലേ? വലത്തോട്ട് ഇടത്തോട്ടൊക്കെ ഉണ്ടാവില്ലേ? സോ ഡൊമൈൻ റിയൽ നമ്പേഴ്സ് തന്നെ, അത് പെട്ടെന്ന് കിട്ടും. റേഞ്ചാണ് കൺഫ്യൂഷൻ. റേഞ്ച് ഞാൻ പറഞ്ഞല്ലോ, വൈ ആക്സിൽ എത്രത്തോളം, വൈ ആക്സിലെ മിനിമം വാല്യൂ എന്താണ്, വൈ ആക്സിൻ്റെ ലെവലിന് മിനിമം എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം മേലേക്ക് കൂടി പോകല്ലേ. വൈ ആക്സിൻ്റെ ലെവലിന് മിനിമം എന്താ നിങ്ങൾ നോക്കി നോക്കണം. വൈ ആക്സിസ് ഇതാണ്. വൈ ആക്സിൻ്റെ മിനിമം വാല്യൂ എന്താ? ഇതല്ലേ ലെവല്, ഇതല്ലേ മിനിമം. അത് 3 അല്ലേ? അപ്പോൾ അതായത് 3ൻ്റെ അവിടെ നിന്ന് മോളിക്കാണ് വൈ വാല്യൂസ്. സോ ആൻസർ എന്താവും? 3ൻ്റെ അവിടെ നിന്ന് മോളിക്ക് എന്നുള്ളത് നമ്മൾ ഇൻ്റർവെല്ലായിട്ട് എഴുതുന്നത് ഇങ്ങനെ, ക്ലോസ് ഇൻ്റർവെൽ 3 ∞. അടുത്ത ദിവസം നോക്കാം. അടുത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഹാഫ് ബോക്സ് എക്സ്. ഓക്കെ, ഇൻപുട്ടായി കൊടുക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഹാഫ് ബോക്സ് എക്സ് ആണ്. സോ ഹാഫ് ബോക്സ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ടൈപ്പ് ചെയ്യുക. 1/2 ടൈപ്പ് ചെയ്യേണ്ടത് 1/2 ഇങ്ങനെയാണ്. ഓക്കെ, അതിന് ബ്രാക്കറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബ്രാക്കറ്റ് കൊടുക്കുകയായിരുന്നു നല്ലത്. ഓക്കെ, 1/2 ബോക്സ് എക്സിന് എന്തായിരുന്നു ബ്രാക്കറ്റ്? ഇനി ബ്രാക്കറ്റ് കൊടുക്കണേ, ഫ്ലോർ. ഓക്കെ, സ്പെല്ലിങ് ശരിയായില്ല അല്ലേ? FLO ടൈപ്പ് ചെയ്ത് തന്നെ മേലെ വന്നിട്ടുണ്ട്, സജഷൻ പോലെ വന്നിട്ടുണ്ട്. ഫ്ലോർ എക്സ് എൻ്റർ. ഇല്ലീഗൽ ആർഗ്യുമെൻറ്റ്. എന്തായിരിക്കും പ്രശ്നം? എന്തോ കുഴപ്പമുണ്ട്. കിട്ടിയവരെ ആലോചിച്ച് നോക്കിക്കോ. ഫ്ലോർ എക്സ് ഞാനേ LN ടൈപ്പ് ചെയ്തത്. നമുക്ക് ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ലല്ലോ. യെസ്, ബ്രാക്കറ്റിൻ്റെ കുറവാണ്. ഓക്കെ, ഫ്ലോറ്, അതിനകത്തൊരു ബ്രാക്കറ്റ് എക്സ്. ഓക്കെ, എന്താണ് പ്രശ്നം? കിട്ടിയവരുണ്ടെങ്കിൽ നല്ലതാണ്. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ക്ലോസ് ചെയ്യണം അവിടെ. ഇപ്പോൾ ഫ്ലോർ എക്സിൻ്റെ എക്സിൻ്റെ ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അത് ഓക്കെയാണ്. ഓക്കെ, ഫസ്റ്റത്തെ ബ്രാക്കറ്റ് ഇപ്പോഴാണ് ക്ലോസ് ആയത്. ഇനി നമുക്ക് എൻ്റർ കൊടുത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ അബദ്ധങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് എക്സാം ആണെന്നും ഉണ്ടാവും. വേണ്ടോ? കറക്റ്റായിട്ട് ക്വസ്റ്റനിൽ തന്ന പോലെ തന്നെ 1/2 ഫ്ലോർ എക്സ് വന്നിട്ടുണ്ട്. ഇനി സൂം ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതാ ഗ്രാഫ് അത് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഡൊമൈന് പലരും സ്റ്റക്കായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഡൊമൈൻ എന്താ പറയുക? ഇവിടെയൊക്കെ ബ്രേക്ക് ഉണ്ടല്ലോ. ഒരു ബ്രേക്കും ഇല്ലടാ. ഇൻറ്റിജർ വാല്യൂവിൽ ഒരു ബ്രേക്ക് ഉണ്ടെന്നുള്ളൂ. പക്ഷേ 1ൽ ഇമേജ് ഉണ്ട്. 1ൻ്റെ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. 1ൻ്റെ ഇൻപുട്ട് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 1/2 ബോക്സ് വാല്യൂ ഓഫ് 1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇമേജ് ഉണ്ട്. ഇവിടെ ബ്രേക്ക് ഉള്ളത് നിങ്ങൾ നോക്കണ്ട, ഒരു ഗ്യാപ്പ് ഉണ്ടോ നോക്കിയാൽ മതി. 1ൻ്റെ ഇമേജ് 1/2 ആണ്. ഇവിടെ ഉണ്ട് 0.5 ആണ്. 2 വരെയും 0.5 ആണ്. അപ്പം ഇതിൻ്റെ ഇമേജ് ഡൊമൈനും റേഞ്ചുമാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പം ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സ് എല്ലാം വരും. റേഞ്ചാണ് ശ്രദ്ധിക്കേണ്ടത്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് നമ്പേഴ്സ് പെറുക്കി എടുക്കേണ്ടി വരും. അതായത് വൈ ആക്സിലെ വാല്യൂസ് ആണല്ലോ, ഒന്ന് സീറോതാണ്, സീറോ വാല്യൂ ഇങ്ങനെ ഇതിലൊക്കെ സീറോ വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, ഗ്രാഫ് റീഡ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇവിടെ ഉള്ളവർക്കൊക്കെ വാല്യൂ വരുന്നത് 0.5 ആണ്. പിന്നെയോ ഇതിനൊക്കെ 2 മുതൽ അങ്ങോട്ട് 4 വരെയും 1 ആണ്. 2 മുതൽ 4 വരെ ആവില്ല, ഐ തിങ്ക് 3 വരെ, 2 മുതൽ 3 വരെ 1 ആണ്, 3 മുതൽ അങ്ങോട്ട് 1.5 ആണ്. അതായത് റേഞ്ച് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, 0.5 ഗ്യാപ്പിലാണ് റേഞ്ച് വരുന്നത്. ഇത് കഴിഞ്ഞ ഞാൻ ചോദിച്ചു കണ്ടൊന്നുമില്ല, എന്നാലും പറഞ്ഞു തരാം. 0.5, 1, 1.5 അവർ മാത്രമേ വരുന്നുള്ളൂ. റേഞ്ച് എഴുതുമ്പോൾ ശരിക്കും വാല്യൂസ് വരുന്നത് 1/2, 1, 3/2 ഈ ഫോമാറ്റിലാണ്. അതിൻ്റെയൊക്കെ നെഗറ്റീവും ഉണ്ട്, താഴ്ത്തിക്കും ഇല്ലേ. അപ്പോൾ വേണമെങ്കിൽ +or-1/2, +or-1, +or-3 ഇങ്ങനെ നിങ്ങളിങ്ങനെ എഴുതിയാലും മതി. അല്ല ഒന്നും കൂടെ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് വേണമെങ്കിൽ 2n + 1/2 n belongs to z ഇങ്ങനെയൊക്കെ എഴുതാം, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായി. അതായത് ഹാഫ് വെച്ചിട്ടുള്ളത് അവരാണ് റേഞ്ചിൽ വരുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തൊന്ന് 11ാമത്തെ ആണ്. 11ാമത്തെ വിചാരിക്കുന്ന പോലെയല്ലാടാ ഞാൻ പറഞ്ഞതിലൊരു അബദ്ധമുണ്ട്. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ, ഇത് 9ാമത്തെ അല്ലേ, അങ്ങനെ സിലബസിലില്ല. 8ാമത്തെ ആയിരുന്നു, അത് നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ മതി. 2x² - 8x + 5 പോളിനോമിയൽ ആയതുകൊണ്ട് റിയൽ നമ്പേഴ്സ് എല്ലാം ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഗ്രാഫ് വെച്ചിട്ട് വൈ ആക്സിസിൽ എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എനിക്ക് 11ാമത്തെ 9 എന്നുള്ള 11 ഞാൻ മാറി വെച്ചാൽ 11 അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 11 പലവണയും ചോദിച്ചിട്ടുണ്ട്. x- ബോക്സ് x ആണത്, ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, നേരത്തെ നിങ്ങൾ മറന്നേക്ക്, ഫ്ലോർ ഫംഗ്ഷനെ പറ്റിയിട്ട് എന്തായാലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ x- ബോക്സ് x വരയ്ക്കാൻ വേണ്ടിയിട്ട് x- ഫ്ലോർ x ടൈപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റർ കൊടുത്തു. ഗ്രാഫ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്. ഇത് പല കുട്ടികളും സ്റ്റെക്കായെന്ന് പോകാറുണ്ട്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സ് എല്ലാം വരും, എവിടെയും നമുക്ക് വാല്യൂ കൊടുക്കേണ്ട പ്രശ്നമല്ല. അവിടെയൊക്കെ ബ്രേക്ക് കാണുന്നുണ്ടെങ്കിൽ -2 -1 ഒക്കെ വാല്യൂസ് നമുക്ക് ഇൻപുട്ടായി കൊടുക്കാം. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന വാല്യൂസൊക്കെ ഡൊമൈനകത്ത് വരും. ഓക്കെ, അപ്പോൾ റേഞ്ചാണ് പ്രശ്നം. റേഞ്ച് കൺഫ്യൂഷൻ വരാറുണ്ട്. റേഞ്ച് ഞാൻ പറഞ്ഞല്ലോ, വൈ ആക്സിൽ എത്രത്തോളം ഗ്രാഫ് ഉണ്ടോ അതാണ് റേഞ്ച്. ഇപ്പോൾ കണ്ടറിയാം, വൈ ആക്സിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്താ, 0 മുതലാണ് അല്ലേ, 0 മുതൽ മേലേക്കേ ഉള്ളൂ. അതും എവിടം വരെ ഉള്ളൂ, 1 വരെ ഉള്ളൂ. ചോദ്യം മറ്റൊന്നുമല്ല, 0 മുതൽ 1 വരെയുള്ള എല്ലാ വാല്യൂസും വരുന്നുണ്ട്. ചോദ്യം 0ഉം 1ഉം വരുന്നുണ്ടോയെന്ന്. ഓക്കെ, അപ്പം കഴിഞ്ഞ കൊല്ലമൊക്കെ 0 മുതൽ 1 വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എങ്ങനെ എഴുതാം, ഇതിൻ്റെ മീനിങ് 0ഉം 1ഉം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ്. ഇനി 0ഉം 1ഉം രണ്ടും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്ലോസ് ഇൻ്റർവെല്ലാക്കാം. ഇനി 0 ഉൾപ്പെടുത്തിയിട്ട് 1 ഉൾപ്പെടുത്താതിരിക്കും അങ്ങനെ എഴുതാം. ഇനി 0 ഒഴിവാക്കിയിട്ട് 1 ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാം, സെമി ക്ലോസ്ഡ് സെമി ഓപ്പൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലേതാണ് ആൻസർ എന്നോ, കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു ഈ 4 ആൻസറിനെ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇക്കൊല്ലം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ആൻസർ, ഏതാണ് കറക്റ്റ് ആൻസർ 4 എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ 0ഉം 1ഉം വരുമെന്ന് അറിയാൻ ഏതെങ്കിലും ഇൻപുട്ടിന് ഔട്ട്പുട്ടായിട്ട് 0 വരുമോ, ഏതെങ്കിലും ഇൻപുട്ടിന് ഔട്ട്പുട്ടായിട്ട് 1 വരുമോ എന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 0 വരാൻ എന്ത് ചെയ്താൽ, എടാ ഏതെങ്കിലും ഇൻപുട്ടിന് നിങ്ങൾക്ക് 0 കിട്ടുമോ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫംഗ്ഷൻ x- ബോക്സ് x ആണ്, നിങ്ങൾ 1 കൊടുത്തു നോക്കുക, എന്താ വരും, 1 - ബോക്സ് 1. 1 - ബോക്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 1 = 0, 0 വരുമല്ലോ. അതായത് 0 ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. ഇനി 1 ഇൻക്ലൂഡ് ചെയ്യണോ, എക്സ്ക്ലൂഡ് ചെയ്യണോ അതോ ഇൻക്ലൂഡ് ചെയ്യണോ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഉറപ്പായി. 0 ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഷുവറാണ്, അപ്പോൾ ഇതിലേതോ ഒന്നാണ്. ഇനി അത് ഉറപ്പിക്കാൻ 1 വരുമോ എന്നുള്ളതാണ് ചോദ്യം അടുത്തത്. 1 വരണം എന്നുണ്ടെങ്കിൽ, 1 ഔട്ട്പുട്ടായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വാല്യൂസ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ 1 - ബോക്സ് കൊണ്ട് 0 ആണല്ലോ, ഞാൻ 1.1 - ബോക്സ് 1.1 എടുത്തു എഴുതാം. എന്താ വരിക, 1.1 1.1 തന്നെ, 1.1ൻ്റെ ബോക്സ് വാല്യൂ പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1.1 - 1 which is equal to 0.1. അടുത്തത് 1.2 എടുത്തു, അപ്പോൾ എന്താ വരിക, 1.2 - ബോക്സ് 1.2 അഗെയിൻ 1 ആണ്, അപ്പോൾ 0.2. അപ്പോൾ നമ്മളിങ്ങനെ വാല്യൂ കൂട്ടുന്നത് 0.1 0.2, അടുത്ത് 1.5 എടുത്താൽ 0.5, അടുത്ത് 1.8 എടുത്തു കഴിഞ്ഞാൽ 0.8, 1.9 എടുത്തു കഴിഞ്ഞാൽ 0.9, 1.99 എടുത്തു കഴിഞ്ഞാൽ 0.99, 1.999 എടുത്തു കഴിഞ്ഞാൽ 0.999. അപ്പോൾ നമുക്ക് 2 എന്ന് എടുത്ത് നോക്കാം. ഞാൻ സമയം ലാഭിക്കാനാണ് മുഴുവൻ എഴുതാൻ. 2 - ബോക്സ് 2
അതായത് 1.999 മൈനസ് ബോക്സ് 1.999 എടുത്തു കഴിഞ്ഞാൽ വാല്യൂ കിട്ടുക 0.999 അപ്പോൾ ഞാൻ 2 ഒന്നുണ്ടാക്കി നോക്കി എഴുതാം. അതെന്ത് വിടും? എഗെയിൻ 0ലേക്ക് പോകും. 2 മൈനസ് ബോക്സ് 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് ഒരിക്കലും ഇത് 1 ആവില്ല, ഇല്ലല്ലോ. നിങ്ങൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് 1.4999 ഒക്കെ എടുത്തു എഴുതാം. അപ്പോഴും അതെന്താ കിട്ടുക? 0.1 ആവില്ല. 1 ആക്കാൻ വേണ്ടി ജസ്റ്റ് 2ലേക്ക് കടന്ന് വീണ്ടും 0ലേക്ക് പോകും. അതായത് നിങ്ങൾക്കിത് സൂം ചെയ്തിട്ട് കണ്ടുപിടിക്കാനൊന്നും പറ്റൂല. ഇതിന് കുറച്ച് കോമൺ സെൻസ് തന്നെയാണ്, അല്ലെങ്കിൽ കാണാതെ പഠിച്ചിട്ടുണ്ടാവണം. 1ൽ ടച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും 1ൽ തട്ടുന്നില്ല. അത് എത്ര സൂം ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ ആൻസർ ശ്രദ്ധിക്കുക. ആൻസർ സെമി ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. 0 ഇൻക്ലൂഡഡ്, 1 എക്സ്ക്ലൂഡഡ്. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടെ. നല്ല ഗ്രാഫാണ്. ഇനി അടുത്ത ഇതിലുണ്ട്. ഇനി √x-2 ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. √x-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഗ്രാഫ് ഒഴിവാക്കിയിട്ട് √x-2 എങ്ങനെ വരയ്ക്കുക? റൂട്ട് SQRT ആണ്. SQRT ബോക്സ് x-2 അല്ലേ? എൻ്റർ കൊടുത്തു. ഇത് ഗ്രാഫ് കാണാമല്ലോ, അവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഡൊമൈൻ എന്താ, റേഞ്ച് എന്താ ഒന്ന് ആലോചിച്ച് നോക്ക്. ഡൊമൈൻ ഞാൻ പറഞ്ഞു എക്സ് ആക്സിൽ എത്രത്തോളം ഉണ്ട് അതാണ് ഡൊമൈൻ. നോക്കി നോക്കടാ, എക്സ് ആക്സിൽ എവിടെ മുതലേ ഉള്ളൂ വാല്യൂ? 2 മുതൽ അങ്ങോട്ടല്ലേ ഉള്ളൂ. സോ ആൻസർ എന്തായിരിക്കും? 2 മുതൽ അങ്ങോട്ട് വലത്തോട്ട് മൊത്തം ഉണ്ട്, ഈ സൈഡ് മൊത്തം ഉണ്ട്. സോ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻക്ലൂഡിങ് 2. കാരണം √x-2 എന്ന ഗ്രാഫ് ഫംഗ്ഷനകത്തേ 2 കൊടുക്കാം. √2 - 2 എന്ന് പറഞ്ഞാൽ √0 വാല്യൂ ഉണ്ടല്ലോ. ഇപ്പോൾ 2 മുതൽ അങ്ങോട്ടുള്ള വലിയ വാല്യൂസ് ഒക്കെ കൊടുക്കാം. റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ 2നേക്കാൾ ചെറിയൊരു വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് വരും റൂട്ടിനകത്ത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡൊമൈൻ ക്ലോസ് ഇൻ്റർവൽ 2 ഇൻഫിനിറ്റി ആയത്. റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് കുട്ടികൾ തെറ്റിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു y-ആക്സിൻ്റെ ലെവൽ വേണം നോക്കാമെന്ന്. അതായത് ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവുണ്ടാവും ഇത് കൂടി പോവുകയാണെന്ന് അല്ലേ. ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ, അവിടുത്തെ y വാല്യൂ എന്താ? ഈ പോയിന്റിലെ y വാല്യൂ ആണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ, 0 അല്ലേ? ഇത് 0.20 അല്ലേടാ. അതായത് y-ആക്സിൻ്റെ ലെവൽ പറഞ്ഞാൽ 0 അല്ലേ. സോ y-ആക്സിൻ്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയതുകൊണ്ട് 0 ആയതുകൊണ്ട് ആൻസർ 0 മുതൽ മേലേക്ക് അങ്ങോട്ട് എല്ലാം ക്ലോസ് ഇൻ്റർവൽ, സെമി ഓപ്പൺ ഇൻ്റർവൽ, സെമി ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി. അപ്പോൾ ഇതും നല്ല ഗ്രാഫാണ്. ഈ √x-2 ഒക്കെ കഴിഞ്ഞ മെയിൻ എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടോ, ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണേ. 13 അതുപോലെ 14 ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക്. √4 - നേരെ അപ്പുറത്തെ സൈഡിലേക്ക് വരും. ഓക്കെ, √4 - ആകുമ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്ക്. പിന്നെ അതിൽ പറയാനുള്ളത് 16 പിന്നെ ഉള്ളത് 14 പറഞ്ഞല്ലോ അല്ലേ. പിന്നെ ഒരു 16 18 കൂടെ ഉണ്ട്, 17 കൂടെ ഉണ്ട്. 16 ഏതാണ്? √x² - 4 അത് ഞാൻ കാണിച്ചു തരാം. SQRT, അയ്യോ അവിടെ വന്നത് റീനെയിം ആയിട്ടല്ല, ടൈപ്പ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇൻപുട്ട് ബാറിൽ SQRT x² - 4 അല്ലേ, x² - 4 എൻ്റർ കൊടുത്തു. ഇതേ ഗ്രാഫ് വന്നിരിക്കണം എങ്ങനെയാണ്. ഇതൊക്കെ നിങ്ങളെ തെറ്റിക്കാനുള്ള ക്വസ്റ്റ്യൻസാണ്. കറക്റ്റായിട്ട് ഗ്രാഫ് ഈ ലെഫ്റ്റ് സൈഡിൽ ഇത് √x² - 4 വന്നിട്ടില്ലേ നോക്കണം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഡൊമൈൻ എന്താ, റേഞ്ച് എന്താ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സ് ആക്സിൽ എത്രത്തോളം ഉണ്ടെന്നോ. എക്സ് ആക്സിൽ മുഴുവൻ ഉണ്ട്, പക്ഷേ ഈ ഭാഗത്ത് എന്തോ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അതായത് ഒഴിവാക്കേണ്ടത്. എവിടെ മുതൽ എവിടെ വരെ ഇടാം? -2 മുതൽ 2 വരെ ഡൊമൈനകത്തില്ല. കാരണം വേറൊന്നല്ല, നിങ്ങളിതിൽ -2 മുതൽ 2 വരെയുള്ള വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് വരും റൂട്ടിനകത്ത്. അപ്പോൾ -2 മുതൽ 2 വരെയുള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്യുക വേണ്ടത്. എന്നാൽ -2 2 എക്സ്ക്ലൂഡ് ചെയ്യണോ? വേണ്ട. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ ഇതിന് ആൻസർ ചെയ്യാം. ആൻസറായിട്ട് വരുന്നത് നമുക്ക് എല്ലാ റിയൽ നമ്പേഴ്സും ഓക്കെ അല്ല. റിയൽ നമ്പേഴ്സ് 4 ഒഴിവാക്കണം. -2 മുതൽ 2 വരെയുള്ളവർ, അതായത് 6ൽ നിന്ന് -2 മുതൽ 2 വരെയുള്ളവർ ഒഴിവാക്കണം. എന്നാൽ -2നെയും 2നെയും ഒഴിവാക്കണോ? വേണ്ട. അതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവൽ ഇത് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ലെഫ്റ്റ് സൈഡിന് എന്താ മീനിങ്? -∞ മുതൽ -2 വരെ, -∞ മുതൽ -2 വരെ ഒരു കഷ്ണം യൂണിയൻ. റൈറ്റ് സൈഡിലോ 2 മുതൽ ∞ വരെ. അങ്ങനെ ചെയ്താലും മതി. ഇത് രണ്ടും സെയിം ആൻസറാണ്. റേഞ്ച് എന്താ വരിക? റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ y-ആക്സിൻ്റെ ലെവലാണ്. y-ആക്സിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്താ? 0 അല്ലേടാ. x-ആക്സിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട്, x-ആക്സിൻ്റെ y വാല്യൂ എന്ന് പറഞ്ഞാൽ 0 അല്ലേ. അപ്പോൾ 0ൻ്റെ അവിടെ നിന്ന് മുകളിലേക്കാണ്. വിച്ച് മീൻസ്
0 മുതൽ മുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇൻഫിനിറ്റി. നല്ല ക്വസ്റ്റ്യൻ ആണ്, വന്നിട്ടുമുണ്ട്. ഓക്കെ, ഇതാണ് √x² - 4ൻ്റെ ആൻസർ. അടുത്തത് ഒരെണ്ണം കൂടെ ഇതിനകത്തുണ്ട്, 17ാമത്തെ √9 - x². ഇതിൽ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ, അപ്പോൾ അതും കൂടെ കാണിക്കാം. ഞാനിതെല്ലാം ഇതിൽ ഈ ആക്ടിവിറ്റി ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ മാക്സിമം കാണിച്ച ഒന്ന് തന്നെയാണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 9 - x² അല്ലേ, 9 - x². എൻ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു എന്തോ ഒന്ന് സെമി സർക്കിൾ പോലെ വന്നിട്ടുണ്ട്, കാണാണ്ടല്ലോ അല്ലേ? കണ്ടോ, ഇത്രയേ ഉള്ളൂ കഷ്ണം. ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് എക്സ് ആക്സിൽ ഏത് മുതൽ ഏത് വരെയാണ് വാല്യൂ ഉള്ളത്? -3 മുതൽ 3 വരെയാണ്, ഇൻക്ലൂഡിങ് -3 and 3. അപ്പോൾ എന്ത് വരും? ക്ലോസ്ഡ് ഇൻ്റർവെൽ -3, 3. എക്സ് ആക്സിൽ എത്രത്തോളം വാല്യൂ ഉണ്ടോ അതാണ് ഡൊമൈൻ. ഇനി വൈ ആക്സിൽ എത്രത്തോളം ഉണ്ടോ അതാണ് റേഞ്ച്. വൈ ആക്സിൻ്റെ മിനിമം വാല്യൂ എന്താ? ഈ ലെവൽ എന്താ? വൈ ആക്സിൻ്റെ 0 അല്ലേ? 0 ലെവലല്ലേ എക്സ് ആക്സ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 0ൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഏതുവരെ ഉള്ളൂ? അങ്ങോട്ട് മേലേക്ക് മുഴുവനൊന്നുമില്ല, 3 വരെ ഉള്ളൂ. അപ്പോൾ ക്ലോസ് ഇൻ്റർവെൽ 0-3 ആണ് റേഞ്ച്. അപ്പോൾ അത് നോട്ട് ചെയ്തോ. ക്ലോസ് ഇൻ്റർവെൽ 0-3 ആണ് എന്ത്? റേഞ്ച്. ഇത് 0 മുതൽ മുകളിലേക്ക് 3 വരെ. ഇനി ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 മുതൽ 3 വരെ. ഓക്കെ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരെണ്ണം മാത്രമേ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളതൊന്ന് നിങ്ങളുടേതായ രീതിയിൽ ആലോചിച്ച് നോക്കി, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ആക്ടിവിറ്റി 2. ഇത് ഈ ലാബ് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഗ്രാഫ് വരയ്ക്കുക, ഡൊമൈൻ റേഞ്ചും കണ്ടുപിടിക്കുക. ഇനി ഒറ്റ ആക്ടിവിറ്റി 3.3 പീസ് വൈസ് ഫങ്ഷൻസും കൂടെ ഉള്ളൂ നിങ്ങൾക്ക് ആകെ ഈ ലാബിൽ ചെയ്യാനുള്ളത്. നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ട്. അതായത് ഫങ്ഷൻസ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ലിമിറ്റ്സ് ആ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ ഫങ്ഷൻസിന് ഇങ്ങനെ 2 ലൈനിൽ എഴുതുന്ന കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസിനാണ് പീസ് വൈസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫങ്ഷൻസ് എങ്ങനെ വരയ്ക്കുകയെന്നും ഇൻപുട്ടായി കൊടുക്കുക എന്നുള്ളത് ഒരു കാര്യം. അതിൻ്റെ ഡൊമൈൻ റേഞ്ച് എന്താണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇതാണ് ഈ പഠനം അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം എക്സാമ്പിൾ തരും, അത് വെച്ചിട്ട് മറ്റേത് ചെയ്യാനായിരിക്കും പറയുക. അത്രയും സിമ്പിളാക്കിയിട്ട് തരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷനാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് എഴുതുക, അല്ലെങ്കിൽ വരയ്ക്കേണ്ടതെന്ന് എഴുതാം. ഇതിൻ്റെ മീനിങ് എന്താ? x <= 2 ആകുമ്പോൾ x²ഉം x>2 ആകുമ്പോൾ 2x എന്നല്ലേ? x<= 2 വരെ x² എന്ന ഫംഗ്ഷനും x>2 ആകുമ്പോൾ 2x. അതായത് പീസ് കഷ്ണങ്ങളായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കാം. <= 2 വരെ x², <2 ആകുമ്പോൾ 2x. അതിനെങ്ങനെ എന്താ പറയുക വരയ്ക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു എളുപ്പവഴിയുണ്ട്. നിങ്ങൾക്ക് കണ്ടോ, ഇത് കമാൻഡ് അവർ തന്നിട്ടുണ്ട്. ഈ കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരയ്ക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. ഇഫ് എന്ന ടൈപ്പ്, ഇഫ് കമാൻഡ് നമ്മളിങ്ങനെ പീസ് വൈസിനൊക്കെ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഡൊമൈൻ റെസ്ട്രിക്ഷനൊക്കെ വരുന്നുണ്ട്. ഇഫ് എന്ന് ഫസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ വായിക്കുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, x<= 2 ആകുമ്പോൾ x². അതിന് പകരം x<= സിമ്പിൾ ശ്രദ്ധിച്ചോ നിങ്ങൾ? ലെസ് സിമ്പിൾ പിന്നെ ഈക്വൽ ടു, അല്ലാതെ ഒരുമിച്ച് നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ലെസ് സിമ്പിൾ ഈക്വൽ സിമ്പിൾ 2 കോമ മസ്റ്റാണ്. x² നിങ്ങൾ x ആ മേലേക്കുള്ള ആരോ മാർക്ക് 2 പിന്നെയും കോമ x>2 എന്ന് ടൈപ്പ് ചെയ്യുക, കോമ 2x. ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. ഞാൻ എളുപ്പപ്പണിക്ക് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ചേട്ടാ, ഓക്കെ, എൻ്റെ ലാപ്ടോപ്പിൻ്റെ പ്രശ്നമാണ്, ഒന്ന് ഹാങ് ആണ്. അപ്പോൾ കോപ്പി ചെയ്യണം എളുപ്പം. ഞാനത് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് തെറ്റാതെ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് വരും. അത്രയേ ഉള്ളൂ. അതെ, ഞാൻ തെറ്റാതെ ടൈപ്പ്, ഇഫിന് ക്യാപിറ്റൽ ഫസ്റ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. x<= 2 x² കോമ മസ്റ്റാണ് കേട്ടോ. എൻ്റർ കൊടുത്താൽ കേട്ടോ > സിമ്പിൾ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതെൻ്റെ ലാപ്ടോപ്പിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ ഗ്രാഫ് കറക്റ്റാണ്. ഗ്രാഫ് അത് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് തന്നെ അങ്ങനെ x<= 2 വരെ x<= 2 വരെ കണ്ടോ, നമ്മുടെ സ്ക്വയർ ഫംഗ്ഷനാണ് വരച്ചിട്ടുള്ളത്. 2ന് ശേഷം ഒരു ഗ്രാഫിൻ്റെ ചെറിയൊരു വളവ് കണ്ടോ, കാരണം 2x ആണ് പിന്നെ അങ്ങോട്ട് ഗ്രാഫ് ഒന്ന് മാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് വേറെ രീതിയിലുള്ള കൂടെ ഉണ്ട് കേട്ടോ. ആദ്യം ഇതിൻ്റെ തന്നെ പറയാം. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതെ ചിലപ്പോൾ ഇങ്ങനൊരു തരാം, ഇതെങ്ങനെ വരയ്ക്കാം, ഇതിനുള്ള കമാൻഡ് എന്താ നിങ്ങളോട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എഴുതി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റഫായിട്ടൊന്ന് എഴുതുക. ഇഫ് എന്ന് പുറത്ത് ടൈപ്പ് ചെയ്യുക, എന്നിട്ടൊരു ബ്രാക്കറ്റ് ആദ്യം കൊടുക്കുക. x <= 2 എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അതിങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യണം.
എന്നിട്ട് എക്സ് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്യുക, കോമ ഇടുക, എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് ടൈപ്പ് ചെയ്യുക, 2x+1 ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യലാണ്. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തേക്ക്. ഞാൻ അടുത്തത് ഇത് നിങ്ങളുടെ സിലബസിലുള്ളത് എല്ലാം ഒന്നുമില്ല കേട്ടോ. 1 2 5 6 ഇതിനകത്തുള്ള 4 ഉള്ളൂ. 6 4 ഉള്ളൂ. 1 2 5 6 ആണുള്ളത്. അതിൽ ഞാൻ സെക്കൻഡ് 1 ആണ് കേട്ടോ. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ ചോദ്യം ഉണ്ടായിരിക്കും ഈ ടൈപ്പ് പറഞ്ഞല്ലോ, അത് അടുത്ത് പറയാം. ഈ ഫംഗ്ഷൻ ഞാൻ വരയ്ക്കാൻ പോവാം. എന്തായിരിക്കും കമാൻഡ് എന്നുള്ളത് നിങ്ങളൊന്ന് ആദ്യം പ്രഡിക്റ്റ് ചെയ്തേക്ക്. ഞാനത് കൺസ്ട്രക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാൻ പോകുന്നു. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 0 ആകുമ്പോൾ x3, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ x² + 1. ഇതാണ് അതിന് കൊടുത്ത കമാൻഡ്. അപ്പോൾ ഞാൻ എൻ്റർ കൊടുത്തു പോയി, അപ്പോഴാണത് വന്നത്. ഓക്കെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 0, x3, എക്സ് ഗ്രേറ്റർ ദാൻ 0, x². എൻ്റർ കൊടുത്താൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് വ്യത്യാസമൊന്നും അറിയുന്നുണ്ടാവില്ല, പക്ഷേ ഇതിനകത്ത് വ്യത്യാസമുണ്ട്. നിങ്ങളൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം മനസ്സിലാവും. ഈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 0 ആകുമ്പോൾ ഗ്രാഫ് കണ്ടോ, കുറച്ച് നാരോ ആണ്. അത് x3 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ x² ആയതുകൊണ്ടാണ് കുറച്ച് വിഡ്ത്ത് കൂടുതൽ. അപ്പോൾ ഈ രീതിയിൽ കമാൻഡ് കൺസ്ട്രക്റ്റ് ചെയ്ത് നിങ്ങളോട് വരയ്ക്കാൻ പറയും. ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ പറയും. ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് എന്താ? ഡൊമൈൻ റേഞ്ച് ഒന്നുമില്ലടാ, റിയൽ നമ്പേഴ്സ്. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ 0 എല്ലാം കൊടുക്കാം, ഗ്രേറ്റർ ദാൻ 0 എല്ലാം കൊടുക്കാമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് റിയൽ നമ്പേഴ്സ് എല്ലാം കൊടുക്കാമെന്നല്ലേ മീനിങ്. ഔട്ട്പുട്ടായിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? എല്ലാം വരുന്നുണ്ട്. താഴെ മുതൽ മേലുള്ള എല്ലാ വാല്യൂസും വരുന്നുണ്ട്, -∞ മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഡൊമൈൻ റേഞ്ച് ഇതിൻ്റെ റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് പീസ് വൈസ് ഫങ്ഷൻസ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത്, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ മാത്രം ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അത് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ -1 2 എന്ന ഇൻ്റർവെല്ലിൽ x² റെസ്ട്രിക്റ്റ് ചെയ്യണം. അതിലേക്ക് ആ x² ത്രൂ ഔട്ട് വരയ്ക്കാൻ ജസ്റ്റ് x² എന്ന് കൊടുത്താൽ മതി. -1 2ലേക്ക് ഒതുക്കാൻ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ അതും എളുപ്പമാണ്. പല കമാൻഡുകളുണ്ട്, നിങ്ങൾക്ക് സിമ്പിളായിട്ട്. ഇതിൻ്റെ മീനിങ് നമ്മളൊക്കെ എന്താ മനസ്സിലായത്? എക്സ് -1നും 2നും ഇടയ്ക്കാവുമ്പോൾ x² അല്ലേ? അപ്പോൾ ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുക, -1നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 2, അതല്ലേ -1 2നും ഇടയ്ക്ക് എന്ന് പറഞ്ഞത്. അത് ടൈപ്പ് ചെയ്യുക, x² ടൈപ്പ് ചെയ്താൽ മതി. നമുക്കിത് വരുമോ നോക്കി നോക്കാം. x² ഈ ഒരു -1 2ൻ്റെ അകത്തേക്ക് മാത്രമായിട്ട് മുറിക്കാൻ പറ്റുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇഫ് എന്ന് ടൈപ്പ് ചെയ്യണു, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അയ്യോ, ക്ലോസ് ചെയ്യാനായില്ല അല്ലേ? കോമ, ഫംഗ്ഷൻ ഏതാണെന്ന് കൊടുത്തില്ല, x² അല്ലേ നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ x², എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ കൊടുത്തു. നോക്കി നോക്കാം, ഇങ്ങനെ വന്നില്ലേ? ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രാഫ്. ഇത് ഇത്ര ചെറുതാണല്ലോ, സൂം ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ x² കഷ്ണമാണിത്. -1 മുതൽ 2 വരെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റീസായിട്ട് വിട്ടു വന്നു. ഇതിൽ ഒരു കാര്യം കൂടെ പറയാണ്ടത്, ഇത് രണ്ടും നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. ഡൊമൈൻ റേഞ്ചൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്. ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ വരച്ചതിൻ്റെ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഡൊമൈൻ എന്താ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വാല്യൂസാണ്. -1 മുതൽ 2 വരെ. റേഞ്ചോ 0 മുതൽ 4 വരെ. ശ്രദ്ധിക്കുക കേട്ടോ, y ആക്സിസിൻ്റെ മിനിമം വാല്യൂ 0 ആണ്, y ആക്സിസിൽ വന്ന മാക്സിമം വാല്യൂ 4 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. 0 മുതൽ 1 വരെ വന്നിട്ടുണ്ട്, ഇവിടെ അതേ 0 മുതൽ 4 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ 0 മുതൽ 4 വരെയുള്ള വാല്യൂസൊക്കെ വരും. അതായത് റേഞ്ചിനകത്ത് ക്ലോസ് ഇൻ്റർവൽ 0 4 ആണ്. ഡൊമൈൻ ക്ലോസ് ഇൻ്റർവൽ -1 2 ആണ്. ഓക്കെ, ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയേണ്ട, ഒരു ഗ്രാഫ് തന്നിട്ടും നിങ്ങളോട് ചോദിക്കാം ഇതെങ്ങനെയാണ് വരയ്ക്കുക എന്ന്. ഇപ്പോൾ ഫംഗ്ഷൻ തന്നിട്ട് ഇത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഗ്രാഫ് തന്നിട്ട് ഇതിലിപ്പോൾ നിങ്ങളുടെ സിലബസ് ഉള്ളത് ഈ ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പോൾ ഇതിൽ ഫ്ലോർ ഫംഗ്ഷനും സീലിംഗ് ഫംഗ്ഷനും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് നല്ല അത്യാവശ്യമാണ്. ഇതിൽ ഓക്കെ, ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ചപ്പോൾ ഒന്ന് അന്തം വിട്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല വന്നത്, കുറച്ചും കൂടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചിത്രം എങ്ങനെ വരയ്ക്കും, ഇതാണ് ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ അതിന് ഫംഗ്ഷൻ ഏതാണെന്ന് അറിയണം. അപ്പോൾ അതിനാദ്യം ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾ നോക്കി നോക്കുക, ഇത് ഏതിൻ്റെ കർവാണ്? കണ്ട് പരിചയമായിട്ടുണ്ടാവും. x² കർവാണ്. ഏത് വരെ? 1 വരെ.
അപ്പോൾ അത് നമുക്കൊരു പീസ് വൈസ് ഫംഗ്ഷനാണ്. രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസ് ആ ഗ്രാഫിലുണ്ട്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ 1 വരെ x² ആണ്. 1 വരെ എന്നുള്ളത് നമുക്ക് എന്താ മാത്സിൻ്റെ ഭാഷയിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1 വരെ ഫംഗ്ഷൻ ഏതാണ്? ഇങ്ങനെ ഫോക്കസ് x² ആണ്. 1ന് ശേഷം എന്താണ് ഫംഗ്ഷൻ ഉണ്ടായത് എന്നുള്ളതാണ് ഇനി അടുത്തത്. 1ന് ശേഷം കണ്ടാൽ തന്നെ സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. അതിൽ തന്നെ സീലിംഗും ഉണ്ട്, ഫ്ലോറും ഉണ്ട്. തൽക്കാലം സീലിംഗ് ഇത് ഫ്ലോറാണ്, കാരണം 1 മുതൽ 2 വരെയുള്ള വാല്യൂസിനൊക്കെ ഇമേജ് എന്താ 1 ആണ്. 2 മുതൽ 3 വരെയുള്ളതിനൊക്കെ ഇമേജ് 2 ആണ്. 3 മുതൽ 4 വരെയുള്ളതിനൊക്കെ 3 ആണ്. അപ്പോൾ ഇത് ഫ്ലോർ ഫംഗ്ഷനാണ്, അതായത് ബോക്സ് ഫംഗ്ഷനാണ്. ഇതല്ലേ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ കമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് വരണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കമാൻഡ് ക്രിയേറ്റ് ചെയ്യും? ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് കൊടുക്കുന്നു, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുമ്പോൾ കോമ x², കോമ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ ഫ്ലോർ എക്സ് അല്ലേ, ഫ്ലോർ തന്നെ ടൈപ്പ് ചെയ്യണം. അപ്പം ഞാൻ എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ക്യാമറ പിടിക്കലും എഴുതലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫ്ലോർ എക്സ് നിങ്ങളിതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. ഈ ഗ്രാഫ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ ബാക്കിയുള്ളതൊന്നും നിങ്ങളുടെ സിലബസിലില്ല കേട്ടോ. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ തരാം, നിങ്ങളത് ചെയ്ത് നോക്ക്. ഇത്രയേ ഉള്ളൂ ലാബ് 3. ഇതാണ് ആക്ടിവിറ്റീസ്. ഡൊമൈൻ റേഞ്ചും കണ്ടുപിടിക്കലാണ് മെയിൻ. ഇതിൻ്റെ ഡൊമൈൻ റേഞ്ചും ചോദിക്കാം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ ഡൊമൈൻ റേഞ്ച്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം നിങ്ങൾക്ക് എളുപ്പമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ലാബും സിമ്പിളാണ്, പ്രാക്ടീസ് തന്നെ വേണം. ഓക്കെ.